ഹലോ, അസ്സലാമു അലൈക്കും. ലാമി രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി കഴിഞ്ഞിട്ട് ഒരു മയക്കത്തിലാണ് കേട്ടോ. അവളെ ഉഷാറാക്കാൻ വേണ്ടിയിട്ട് എന്നും രാവിലെ കുറച്ച് സമയം ഞങ്ങൾ സിറ്റ് ഔട്ടിലൊന്ന് വന്നിരിക്കും കേട്ടോ. ഇന്നെന്താണെന്നറിയില്ല, ജലദോഷം പിടിച്ചിട്ട് മൊത്തത്തിലൊരു സുഖമില്ല കേട്ടോ. ആർക്കും എല്ലാവരെയും അവസ്ഥ തന്നെയാണ്. എല്ലാവർക്കും ജലദോഷവും സൗണ്ടൊക്കെ മാറി ഇതാണ്. അപ്പോൾ ലാമിക്കൊന്നും മൂടില്ല. പിന്നെ ഇവിടുന്ന് കുറച്ച് സമയമൊക്കെ സിറ്റ് ഔട്ടിലിരുന്ന് റോഡിൽ കൂടെ പോണവരെയൊക്കെ നോക്കി, സ്കൂളിൽ പോണ കുട്ടികളെയൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ കഴിച്ച് കുറച്ച് സമയം ഇരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ടേ അകത്തേക്ക് കയറി പോവുള്ളൂ. പിന്നെ അവളെ ഒന്ന് മൈൻഡ് ശരിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റീൽസ് പോലെ കുറച്ച് സാധനങ്ങളൊക്കെ വീഡിയോസൊക്കെ ചെയ്ത് കുറേ ചിരിപ്പിച്ചിട്ടാണ് അകത്തേക്ക് കയറിപ്പോയത് കേട്ടോ. ഞങ്ങൾ പിന്നെ ചായ കുടിക്കണത് ഇങ്ങനെ സ്പൂൺ കൊണ്ടാണ് കേട്ടോ. അവൾക്ക് അതാണ് ഇഷ്ടം. സ്പൂൺ കൊണ്ട് കോരി കുടിക്കുകയാണ് ചെയ്യുക കേട്ടോ. വല്ല പായസം കുടിക്കുന്ന. ലാമിക്ക് ഭക്ഷണം കൊടുപ്പൊക്കെ കഴിഞ്ഞു. ഇന്ന് കിട്ടിയത് ഇപ്പോൾ മത്തിയാണ് കേട്ടോ. അപ്പോൾ ഇനി മത്തി നന്നാക്കണം. കുറച്ച് പണികളൊക്കെ ഉണ്ട്, പിന്നെ കുറച്ച് എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി പെട്ടെന്ന് ചെയ്ത് തീർക്കണം. അപ്പോൾ ലാമിനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞു. കാരണം തല നനച്ചിട്ടില്ല കേട്ടോ. അവൾക്ക് ജലദോഷവും പ്രശ്നങ്ങളൊക്കെ ആയ കാരണം തല നനച്ചിട്ടില്ല. നെയിൽ മാത്രം ചെയ്ത് കൊടുത്തതാണ്. അതിനിടയിൽ സിതു വന്നിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കി അവൾ കരയുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്, കറിയൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ പെട്ടെന്ന് കുളിക്കണം, അലക്കണം, കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് അലക്കലും കുളിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ കുറച്ച് സമയം എഴുതാനിരിക്കാമെന്ന് വിചാരിച്ചു. ലാമി അടുത്തിരുന്ന് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ പിടിക്കുന്നത് ഷിതുവാണേ. ഷിതു മോനും ലാമിയും കളിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഷിതു ഇങ്ങനെ ഇടക്കിടക്ക് വന്ന് നോക്കും. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കും, പറഞ്ഞു തരും. എന്നോട് ഇങ്ങനെ ഓരോന്ന് പറയും, ഞാൻ ഓരോന്ന് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. എന്ത് പണി ചെയ്യുകയാണെങ്കിലും എൻ്റെ അടുത്തൊന്ന് വന്ന് നോക്കൂട്ടോ അവനെ. ഇപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ ചെയ്തുകൂടെ, അങ്ങനെ ചെയ്തുകൂടെ. അവനെ കൊണ്ട് വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, സംശയങ്ങളൊക്കെ ചോദിക്കൂട്ടോ. അങ്ങനെ പിന്നെ എന്ത് പണി ഉണ്ടെങ്കിലും അത് മുഴുവനാക്കാൻ സമ്മതിക്കില്ല കേട്ടോ. അതിന് മുന്നേ ലാമി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അവൾ ഇറങ്ങി പോവാണേ. നട്ടുച്ച സമയമാണ്, പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നാലെ പക്ഷേ ഷിതു ഞാനും പോവാണ്. എന്താ പരിപാടി എന്നറിയാൻ വേണ്ടിയിട്ട്. അവൾക്കൊരു തോന്നലാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പണി നമുക്കൊരു സമാധാനത്തിൽ എടുക്കാൻ പറ്റില്ല. നമ്മളും പിന്നാലെ പോകും പിന്നെ അവിടെ കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാനിവിടെ തീയിട്ട സ്ഥലത്തൊരു പാമ്പിനെ കണ്ടിരുന്നു. അതിന് ശേഷം ഇപ്പോൾ കുട്ടികൾ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് പേടിയാണ്. അപ്പോൾ അവരെ പിന്നാലെ ഞാൻ ഇറങ്ങും. കാരണം ഇപ്പോൾ ഇവള് കോഴിനെ കണ്ട് കുറേ സമയം അവിടെ നിൽക്കാം കേട്ടോ, വട്ടം ചുറ്റി കൊണ്ട്. കാരണം നമ്മളെ പറമ്പിൽ അങ്ങനെ കോഴികൾ വരാറില്ല, മതിലൊക്കെ ചാടിയിട്ടാണ് വരുന്നത് കേട്ടോ. അങ്ങനെ 4 മണിയൊക്കെ ആയപ്പോൾ പാടത്തേക്ക് നടക്കാനിറങ്ങിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് സീതുവും മോനും പറഞ്ഞത്, ഇവിടെ ഒരു തോടുണ്ട്. ആ തോടിൻ്റെ അപ്പുറത്ത് നമ്മുടെ ഈ ഭാഗമല്ല, കുറച്ച് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അവിടെ നീന്താൻ പഠിക്കാൻ നല്ല സൗകര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര ആവേശം അങ്ങോട്ട് പോകാൻ. അപ്പം പിന്നെ ലാമി കൂടി അത് കേട്ടോടുകൂടി പോയി വരും. അങ്ങനെ 2 വണ്ടികളിലായി ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ തൊട്ടടുത്തൊരു തോടുണ്ട് കേട്ടോ, പക്ഷേ ഇതിൽ അത്രയും വലിയ ആഴമൊന്നുമില്ല. അപ്പോൾ ഞങ്ങളിവിടെ എന്താ ഇവിടെ പറയാ, രാമപുരം എത്തുന്നതിൻ്റെ മുന്നേ ഒരു സ്ഥലത്ത് വന്നതാട്ടോ. ഞങ്ങളിവിടെ ഒരു സ്ഥലത്ത് വന്നതാട്ടോ. വെള്ളം ഇവിടെ ഒരു പുഴയുണ്ട്. പുഴയൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു തോട്, നല്ല വെള്ളം കേട്ടോ. ഇവിടെയൊക്കെ കണ്ടോ, റോഡിനോടൊപ്പമാണ്. ജസ്റ്റ് ഒരു മഴ ചെയ്താൽ റോഡ് കയറുണ്ടാവും. എന്നവർക്ക് അവിടെയാണ് വണ്ടി കൊണ്ടുപോയിട്ടുള്ളത്. മോനും സീതു ലാമി ഇപ്പോൾ വരും. എന്താണ് റോഡിനോടൊപ്പം ഈ വെള്ളം നിൽക്കുന്നത് കേട്ടോ. ഈ വീടുകൾക്കൊക്കെ കയറണുണ്ടാവും. ജസ്റ്റ് ഒരു മഴ പെയ്താൽ അവിടെ വെള്ളം കയറുന്നുള്ള ഒരു ഉറപ്പാണ്. കാരണം റോഡിനോടൊപ്പമാണ് നിൽക്കുന്നത് കണ്ടോ. അതുകൊണ്ട് ലാമിക്ക് തൊപ്പിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ എഴുതിയ ഭാഗം മുന്നേക്ക് ഇല്ല. അവിടെ ഒരു വീടുണ്ട്. ആ വീട്ടിലേക്കൊക്കെ വെള്ളം കയറി. എൻ്റെ മുറ്റം ഫുള്ള് വെള്ളത്തിലാട്ടോ. തമ്പുരാനെ, അത് റോഡ്.
അത് റോഡാണ്. ആ റോഡിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ടാവും. ഇവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളി മോന് വന്നു. മോനും ലാമിയും ഷിതും എത്തി. കണ്ടോ, അടിപൊളിയായിട്ടുണ്ട് ഇവിടെ. എന്താണ് വെള്ളം കേട്ടോ. വരട്ടെ ഷിതുവോ, അടിപൊളി ഇവിടെ കാണാൻ കേട്ടോ. പക്ഷേ ഭയങ്കര ഡേഞ്ചറാണ് ഇവിടെ. കുട്ടികൾക്കൊന്നും ഒരു സേഫ്റ്റി ആയിട്ട് സാധനമില്ല. ശരിക്കുള്ള റോഡാണത്. ഏതോ സ്ഥലത്തേക്കുള്ള റോഡാണ്. കടുങ്ങപുരം റോഡാണ് പോകുന്നത്. ഇത്രയും വെള്ളം ഇവിടെ കെട്ടി നിർത്തിയിട്ടുണ്ട് അവർ. ഇത്രയും വെള്ളം എടുത്താൽ മോനും ഇവർ ഇറങ്ങണം. കുട്ടിനെ നോക്കിട്ടോ. ആ അത് നനച്ചോടാ. ചെരുപ്പ് കിട്ടി പരിചയമില്ലാത്തല്ലേ. ഓക്കെ അല്ലേ, നോക്കട്ടെ ലാമിയെ. എന്നിട്ട് കണ്ണിന്റെ അവിടെ ഒന്ന് പൊക്കി കൊടുക്കും. ശരി. അവിടെ കുറേ പെൺകുട്ടികൾ നിൽക്കുന്നുണ്ടോ. അപ്പം ഞാൻ മോനോട് മോനും അങ്ങോട്ട് പോകണോ. അപ്പോൾ ഇവിടെ അൻവർക്ക് അറിയാം നമുക്ക് അങ്ങോട്ട് പോയാലോടാ. എന്താ വലിയ കാട്ടണത്. സിതുവോ അവിടെ ഒഴുക്കുണ്ട്. ഇങ്ങോട്ട് നിൽക്ക് ചേർക്ക. അവിടെ നിൽക്കല്. ഇങ്ങോട്ട് കറിയാ ഒഴുകി പോവേ. അത് സത്യത്തിൽ ഇവിടുന്ന് അങ്ങോട്ടാ, അവിടെ നിന്ന് ഇങ്ങോട്ടാ ഒഴുക്ക് കാണില്ല. ഇതേതാസനം. ഞാൻ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അവിടെ കുറേ പെൺകുട്ടികളുണ്ട്. അൻവർക്കോടെ ഇരിക്കുന്നുണ്ട്. ഇതാ എവിടെ അമ്മേ ഒന്ന് വിളിച്ചു പോയോ. സീതൂനെ കാണാല. സീതൂടെ ആ എന്നാലും ഒഴുക്കുണ്ടേ, കണ്ടറിഞ്ഞൂടെ ഒഴുകുണ്ടെന്ന്. ആയി വെള്ളം കുടിക്കണ്ട്. വായ തുറന്ന് പിടിക്കലടി. നമ്മളെ നീന്തൽ പഠിപ്പിക്കണം. പറ്റാതെ അവിടെ ആ തിണ്ടമ്മേ ഒരു ബാലൻസ് എന്തോ. എന്ത് പണ്ട് കാലത്തൊക്കെ നീന്താൻ പോയെന്നാടാ പെണ്ണുങ്ങൾക്കൊക്കെ. ഇപ്പൊ പറ്റൂലേ. വേണമെങ്കിൽ പിടിച്ചോന്നിട്ടാണ് കിടക്കണത് വെള്ളത്തില്. വേണമെങ്കിൽ പിടിച്ചോട്ടോ വന്ന്. ബേബിയെ എല്ലാരും ചെയ്യും പോലെ നമുക്ക് ചെയ്യാൻ കഴിയൂല കേട്ടോ. അപ്പൊ വെള്ളത്തിക്കാനെടുത്ത് ചാടരുതേ കേട്ടോ. പൊന്നെ ബേബിയെ ഓളെ വിചാരം ഓങ്ങാട്ട് പോലെയൊക്കെ നമുക്ക് കേട്ടാ. ലാമിയെ അവിടെ ചാടാനാണ് നോക്കണതേ. നമുക്ക് വന്നില്ല പേടിയാണ്. കൈ കൊണ്ട് കഴുത്ത് മുറുകുണ്ടോ അല്ലല്ലോ. കുത്തനെ പിടിച്ചേ. നല്ല പറ്റിക്കോളും. ഞാനല്ലേ ആ ഒലിവിലെടുത്ത് പോകുന്നിട്ട് ആ ഒലിവിനെ
ലാമിയെ എന്ത് ആന്നാ ഞാൻ പറയട്ടെ അവിടെ ഷട്ടർ തുറക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ പോവുകയാണ്, 6 മണിയായി. അപ്പോൾ അവിടെ ഷട്ടർ തുറക്കുന്നുണ്ട്. വെള്ളം കൂടി വരണേ, കലങ്ങി വരാൻ തുടങ്ങിട്ടോ വെള്ളം അവിടെ നല്ല ഊക്കിൽ കയറാൻ തുടങ്ങി. ഏത് ഒന്നേ തുറന്നിട്ടുള്ളൂ അല്ലേ? ഒരു ഭാഗം തുറന്നു കേട്ടോ. അപ്പോൾ അവിടെ കലങ്ങിയ വെള്ളം വരാൻ തുടങ്ങി. ഇനി ബാക്കി വീഡിയോ ആയിട്ട് ഞങ്ങൾ പിന്നെ വരാം. രാമി തണുത്ത് വിറച്ച കഷ്ടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. പറയും ഗൈസ്, ഞാൻ നീന്തൽ പഠിച്ചു പറയും ഗൈസ്. ഞാൻ നീന്തൽ പഠിച്ചിട്ടോ. അപ്പൊ ഞാൻ വെള്ള കുത്തായി ഞാൻ നീന്ത പഠിച്ചു. അപ്പോൾ കടച്ച് അപ്പോൾ കുറേ വെള്ളം നമുക്ക് കുറേ വെള്ളം നീന്താൻ പറ്റില്ലല്ലോ, മുങ്ങി പോലെ. അപ്പോൾ കുറേ വെള്ളം പോയി നിൽക്കണമെങ്കിൽ കണ്ടില്ലേ? കണ്ടോ? മാമി കണ്ട് കടച്ച പോവാ. ഇനി ലാവലെ നാളെ ബൈക്കെത്തിട്ട് ഇവിടെ വന്നിട്ട് മാമി വലിയ കുട്ടിയായിട്ട് ഞാനിവിടെ ഉണങ്ങും. ഇവിടെ ഉണങ്ങുന്നു. ഇവിടെ ഉറങ്ങുന്നല്ലേ? എന്നിട്ട് ഇവിടെ ഉറങ്ങിയിട്ട് ഞാൻ വലിയ കുട്ടിയായി അങ്ങനെ അവരൊക്കെ കുളിയൊക്കെ കഴിഞ്ഞു, വെള്ളത്തിൽ കളിയൊക്കെ കഴിഞ്ഞു. രാമി ക്ഷീണിച്ചു. പാമ്പുണ്ടാവും, ഇങ്ങോട്ട് ഇറങ്ങിക്കാം. അങ്ങനെ ഇവരുടെ നീരാട്ടമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ പോവാണ് കേട്ടോ. കാരണം സമയം മഗ്‌രിബായി. അപ്പോൾ തൊട്ടടുത്ത് തന്നെ, ഇതിവിടെ കാറ്റാടിപ്പാടം എന്നാണ് അത്ര ഇവിടെ പറയുക കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ചായക്കട ഉണ്ട്, പാടത്ത് തന്നെയാണ്. നല്ല രസമാണ് അവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് മോന് പറഞ്ഞിട്ടാണ് പോവുകയാണ് ഞങ്ങൾ കേട്ടോ. അവിടെ നിന്ന് ചായയും കൂടി കുടിച്ചിട്ടാണ് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണേ. ഇവിടെ ലാമിക്ക് ഷൂട്ട് എടുക്കുകയാണ് കേട്ടോ. ഇത് പിടി. ഒരു തല അപ്പോൾ ഇതാണ് കേട്ടോ കാറ്റാടിപ്പാടം എന്ന് പറഞ്ഞ സ്ഥലം. നമ്മളിപ്പോൾ തോടൊക്കെ കണ്ടില്ലേ, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഇവിടെ ഒരു പ്രത്യേക വൈബാണ്. വൈകുന്നേര സമയത്ത് ഒരുപാട് ആളുകൾ ഇവിടെ ഈ പാടത്ത് കൂടെ നടക്കാനും കാറ്റുകൊള്ളാനൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നുണ്ടേ. 2 സൈഡും പാടം തന്നെയാണ്. അങ്ങനെ നമ്മളവിടെ ഇരുന്നിട്ട് ചായയും പഴംപൊരിയും കഴിച്ചു കേട്ടോ. അപ്പോഴേക്കും ഒരുപാട് ആളുകൾ അവിടെ കൂടി തുടങ്ങി. അപ്പോൾ ഇരുട്ടായി തുടങ്ങി, മഗ്‌രിബായി. അപ്പോൾ അധികം സമയം അവിടെ നിന്നില്ല, വേഗം പോരുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.